സേറ, നിന്റെ പല പ്രവൃത്തികളും പ്രോഗ്രാമും കാണുമ്പോൾ എനിക്ക് നാണം തോന്നിയിട്ടുണ്ട്. നിനക്ക് തോന്നിയിട്ടുണ്ടോ? ഞാൻ ചോദിപ്പിച്ചൊന്നല്ല, സ്വന്തമായിട്ട് ഇത് മമ്മി അടുത്തൊന്നും ശരി. എന്താ മമ്മി ഉദ്ദേശിച്ചത്? മമ്മി ഉദ്ദേശിക്കുന്നത് എന്താണെന്നറിയോ? മമ്മിക്ക് ചില കോസ്റ്റ്യൂംസ് ഇഷ്ടമല്ല, മമ്മിക്ക് ഞാൻ മീഡിയയിലുള്ളതേ ഇഷ്ടമല്ല. ഇന്നലെയും കൂടെ ഞാൻ പറഞ്ഞ മമ്മി ഇത് ലാസ്റ്റ് ആണെന്നുള്ളതാണ്. സാധാരണ അമ്മമാരെങ്ങനെയാ നന്നായി വരൂ എന്നൊക്കെ പറയും. മമ്മി പറയുന്നത് ഇത് ലാസ്റ്റ് ആണ്, ഇനി ഇല്ല, സിനിമയും വേണ്ട, ഇതും വേണ്ട, എല്ലാം നിർത്തിക്കോ, കല്യാണം കഴിക്കൂ. ബട്ട് ഐ ഡോണ്ട് വാണ്ട് ടു ഗെറ്റ് മാരിഡ് നൗ. ലൈക്ക് ഇപ്പൊ നാളെയും വേണ്ടെന്ന്, അടുത്ത ആഴ്ച ഓക്കെ. മമ്മിക്ക് അത് മാത്രമല്ല, ഒരു അമ്മയുടെ അല്ല, അത് പേളി എന്ന കാര്യത്തിൽ അമ്മയും അച്ഛനും അങ്ങനെ ആയിരിക്കും. പക്ഷേ നോക്കട്ടെ, ആരോ somebody is asking. നമ്മൾ ചെയ്ത സിനിമ കാപ്പിരിത്തുരുത്തിന്റെ റിലീസിന്റെ സമയത്ത് യൂട്യൂബിലും അതുപോലെ തന്നെ പല സോഷ്യൽ മീഡിയ ഫോറത്തിലൊക്കെ അവരിങ്ങനെ ഡിസ്കസ് ചെയ്തിരുന്നു, അതിലും പേളിയും പ്രണയിക്കുന്നു എന്ന് കേട്ടപ്പോൾ എൻ്റെ നെഞ്ച് ഒന്ന് ഇടിച്ചു. ആലോചിച്ച് നോക്കി, നിന്നെയൊക്കെ പ്രണയിക്കേണ്ടി വരുന്ന അവസ്ഥ. അപ്പോൾ അങ്ങനത്തെ ഒരു എന്താ പറയുക ഫേക്ക് ന്യൂസ് വന്ന സമയത്ത് ഞാനിങ്ങനെ ആലോചിച്ചു, അല്ല ഇനിയിപ്പോൾ ആളുകൾ, അതായത് എങ്ങനെയായിരിക്കും അവരുടെ ഒരു കോൺസെപ്റ്റ്, അതായത് പേളിയുമായിട്ട് ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ടാവല്ലോ, പേളിനെ പോലത്തെ ഒരു കുട്ടീനെ വേണം അല്ലേ, അങ്ങനത്തെ ഒക്കെ ഇഷ്ടമുള്ള ആൾക്കാർ അപ്രോച്ച് ചെയ്യുമ്പോൾ നീ കൺസിഡർ ചെയ്യുന്ന ഫാക്ടർ എന്താണ്? അതായത് നിനക്ക് ഇഷ്ടം എന്താണ്, ഒരാളിൽ എന്താണ് ഇഷ്ടം? ഇപ്പോൾ പാർട്ട്ണർ ഇൻ ക്രൈം ഞാനാണ്, പക്ഷെ നിന്റെ ലൈഫ് പാർട്ട്ണർ ആരായിരിക്കും? ഇനിയിപ്പോൾ അങ്ങനെ വല്ല ആളുണ്ടോ, അതോ ഇനി അങ്ങനെ സമീപിക്കണമെങ്കിൽ എന്തായിരിക്കണം ക്രൈറ്റീരിയ, അല്ലെങ്കിൽ ഇനിയിപ്പോൾ നിന്റെ കല്യാണം അടുത്തെങ്ങാനും ഉണ്ടോ? ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങളാണ് ഞാൻ നിനക്ക് അമ്പ് ചെയ്ത് വിട്ടിട്ടുള്ളത്. ഇതിന്റെ ക്യാൻസേഴ്സ് എനിക്ക് കിട്ടണം. തകർത്തു കേട്ടാ. ഇവള് ഇത്ര ബബ്ലി ആയിരുന്നിട്ട് ഇപ്പൊ കണ്ട അവള് എനിക്ക് ഞാനൊരു പെണ്ണല്ലേ, എനിക്കുള്ള നാണം. കല്യാണത്തിനെ കുറിച്ച് എന്റെ അച്ഛൻ്റെ മുമ്പിലെ ചേട്ടാ നിനക്ക് അറിയോ ഇത് ഡാഡിയുടെ മുമ്പിലാന്ന് അവൻ അറിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ കുറച്ചും കൂടി, ബിക്കോസ് ഡാഡിനെ ഭയങ്കര ഇഷ്ടമാണ്. ആദിൽ ഡാഡി വെരി ക്ലോസ് ഫ്രണ്ട്സ്. വേണമെങ്കിൽ ആദിലിനെ വേണം നമുക്കത് പരിചയപ്പെടുത്തി കളയാം. എന്താണ് ഒരുപക്ഷെ ആദിലും പേളിയും തമ്മിൽ ഇതുപോലെ ചോദിക്കാനും സംസാരിക്കാനുള്ള ആ സ്വാതന്ത്ര്യം ഉണ്ടാകും. വേണം വരട്ടെ. നല്ല പേരായിരുന്നു കേട്ടോ, കാപ്പിരിത്തുരുത്ത്. എല്ലാവരും മുടി കണ്ടിട്ടിട്ട പേരാണ്. ഞാൻ ഒന്നും പറഞ്ഞില്ല, അതിന് മുമ്പ് എനിക്ക് മനസ്സിലായി എന്റെ മനസ്സിൽ എന്താ വരാൻ പോകുന്നത്. പേളി, ഓക്കെ, നൗ വി ആർ കമ്മിങ് ടു ദാറ്റ്. അച്ഛന്റെ അമ്മയുടെ ആഗണി, ആദിലിന്റെ ചോദ്യങ്ങള് എല്ലാം കൂടി ഇങ്ങനെ ഒരുപാട് വിഭവങ്ങൾ ഇങ്ങനെ മുമ്പിൽ വെച്ചിരിക്കുകയാണ്. അതൊക്കെ നല്ല കൃത്യമായിട്ട് പാക്കേജ് ചെയ്തിട്ട് ഞങ്ങൾക്ക് താട്ടുവേത്. ഐ ഡോണ്ട് നോ, എനിക്ക് കുറേ ഡ്രീംസ് ഉള്ള ഒരാളാണ്. ആൻഡ് ഞാനത് കോൺസ്റ്റന്റ്ലി ആ ഡ്രീമിലേക്ക് ഇങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. സോ എൻ്റെ ലൈഫിൽ വരാൻ പോകുന്ന ആൾ ആരാണെങ്കിലും ഐ വാണ്ട് സംബഡി ഹൂ ഓൾസോ ഹാസ് ഡ്രീംസ്. അദ്ദേഹത്തിനും കുറേ ഡ്രീംസ് ഉണ്ടായിരിക്കണം, എൻ്റെ ഡ്രീംസ് മനസ്സിലാക്കുന്ന ഒരാളായിരിക്കണം. ഇവൾക്ക് ഡ്രീംസ് മാറ്റാൻ പറ്റില്ല. വരുന്ന ആള് നല്ല ഡ്രീമായിട്ട് വരണം. ഇവളുടെ ഡ്രീമായിട്ട് ഇന്റർഫിയർ ചെയ്യാനും പാടില്ല. അതാണ് അവള് പറയുന്നത്. ഇവളിങ്ങനെ പറയണ പ്രകാരം ഇങ്ങനെ ഇവളുടെ സ്വപ്നങ്ങളുമായിട്ട് ഇങ്ങനെ ചേരുന്ന സ്വപ്നങ്ങളുള്ള ഒരാളെ ഇങ്ങനെ കണ്ട് എനിക്ക് ഇപ്പൊ കല്യാണം കഴിക്കണം എന്നില്ല. ആക്ച്വലി ഐ ഡോണ്ട് ഫീൽ ലൈക്ക് ഗെറ്റിംഗ് മാരിഡ് നൗ. ഞാൻ അത് ഡാഡിയുടെ അടുത്ത് ക്ലിയർ ആയിട്ട് പറഞ്ഞു. മമ്മിയുടെ അടുത്ത് ഡാഡിയാണ് പറയേണ്ടത്. വരട്ടെ, ഒരു ചോദ്യം കൂടെ വരട്ടെ. ഹായ് പേളി, നമസ്കാരം. ഇന്ന് JP ജംഗ്ഷനിൽ കണ്ടപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി. നമ്മൾ നല്ല സുഹൃത്തുക്കളാണ്, ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്യാറുണ്ട്. പിന്നെ നമ്മൾ രണ്ടുപേരും മാത്രമുള്ളപ്പോൾ നിന്നെ ഞാനൊരു പേര് വിളിക്കാറുണ്ട്, അത് ഞാൻ വിളിക്കട്ടെ, പബ്ലിക് എല്ലാവരും അറിയട്ടെ നിൻ്റെ പേര് അതാണെന്ന്, ഞാൻ നിന്നെ അതാ വിളിക്കുന്നതെന്ന് അറിയട്ടെ. അതൊക്കെ പോട്ടെ, എനിക്ക് നിന്നോടൊരു ചോദ്യം ചോദിക്കാനുണ്ട്. പ്രണയ നൈരാശ്യത്തെ പറ്റി നിൻ്റെ അഭിപ്രായം എന്താണ്? നിനക്ക് മാത്രമേ അതിൻ്റെ ഉത്തരം എനിക്ക് തരാൻ പറ്റുള്ളൂ, ഞാനത് പ്രതീക്ഷിക്കുന്നു. ശരിക്കും എനിക്ക് എന്തുണ്ടെങ്കിലും ഞാൻ ഡാഡിയുടെ അടുത്ത് പറയുന്നു. അത് വേറൊരാളോട് പറയും. എനിക്കൊരാളെ ഇഷ്ടമായെങ്കിൽ അത് അയാളോട് പറയുന്നതിന് മുൻപ് തന്നെ ഞാൻ ഡാഡിയുടെ അടുത്താണ് ഫസ്റ്റ് പോയി പറയാം, ഡാഡി എനിക്ക് ഇങ്ങനെ ഒരാൾ ഇഷ്ടമാണ് എന്നൊക്കെ ഞാൻ പറയാറുണ്ട്. സോ പ്രണയ നൈരാശ്യം അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഐ ഡോണ്ട് ഹാവ് എനി ഇഷ്യൂസ് ലൈക്ക് ദാറ്റ്. ബട്ട് you want to talk about it? No, you talk about yourself. അല്ല, ഒരു ചെറിയൊരു നൈരാശ്യം ഉണ്ടായി. ആ സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയമായിരുന്നു. സോ എനിക്കത് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരുന്നു. സ്റ്റേജിൽ നിന്നുകൊണ്ടിരിക്കും, ചില പാട്ടുകൾ കേൾക്കുമ്പോൾ എനിക്ക് സങ്കടം വരും, ചില കാര്യങ്ങൾ. അപ്പൊ ഞാൻ ഫസ്റ്റ് വിളിക്കുന്ന ഡാഡിനെയാണ്. ഡാഡി, എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല, ഐ എം ഗോയിങ് ടു ക്വിറ്റ്, എനിക്കിതൊന്നും വേണ്ട, ഞാൻ ട്രാവൽ ചെയ്യാൻ പോവാണ് പറയും. പക്ഷെ ഡാഡി പറഞ്ഞു, സെറ, നിന്റെ ലൈഫിൽ നിന്നെ സ്ട്രോങ് ആക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്, ഒരു പ്രോസസ്സാണ് ഇപ്പൊ നടക്കുന്നത്. ഒരു പ്രണയ നൈരാശ്യം is making you strong, അല്ലേ?
ഇഫ് യു ഗെറ്റ് ത്രൂ ഇറ്റ് ഇത് കടന്നു വന്നില്ലെങ്കിൽ ചിലപ്പോൾ ഇതിൽ നീ സ്റ്റക്ക് ആയി പോകും. പക്ഷെ യു ഷുഡ് കീപ് സ്വിമ്മിങ്. എനിക്ക് നിന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല, വേറെ ആർക്കും പറ്റില്ല, നീ തന്നെ തനിയെ ഇതിന്ന് പുറത്തേക്ക് വരണം. And it took me almost 6-7 months. കരങ്ങിയില്ല ഞാൻ അതിന് ശേഷം. പക്ഷെ ഒരു ദിവസം ഞാൻ രാത്രി ഐ ഗോട്ട് എ പാനിക് അറ്റാക്ക്. ബ്രീത് ചെയ്യാനൊന്നും പറ്റില്ല. ഡാഡിനെ വിളിച്ചു. അപ്പുറത്തെ റൂമിൽ നിന്ന് ഡാഡി എഴുന്നേറ്റ് വന്നിട്ട് ഐ ക്രൈഡ് ഫോർ ഓൾമോസ്റ്റ് 1 hour. ഞാൻ കരഞ്ഞു. അതിനുശേഷം ഐ വാസ് ബാക്ക് ടു നോർമൽ. സോ ഐ തിങ്ക് നൈരാശ്യം, മേ ബി, ഐ ഡോണ്ട് നോ, ഇറ്റ് ജസ്റ്റ് മേഡ് മീ സ്ട്രോങ്ങർ. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഇതുവരെ ലവ് ചെയ്യണം അങ്ങനെയൊന്നും തോന്നിയിട്ടേ ഇല്ല. ഐ ജസ്റ്റ് ഫെൽറ്റ് ലൈക്ക് മൈ കരിയർ ഇസ് മൈ ഫസ്റ്റ്. പക്ഷേ മണിച്ച ഇതൊക്കെ നോർമലായിട്ട് പേളിയുടെ പ്രായത്തിലുള്ള കുട്ടികൾക്കെല്ലാം സംഭവിക്കുന്ന ഒരു പ്രോസസ്സാണ് അല്ലേ? 12-13 വയസ്സാകുമ്പോൾ തന്നെ വരുന്നതല്ലേ? കാരണം പേളിക്ക് എത്രാമത്തെ വയസ്സിലായിരുന്നു പേളി ആദ്യത്തെ പ്രണയം? You're talking about ഭയങ്കര പ്രണയമൊന്നും എനിക്ക് ചെറുപ്പത്തിലേ. I studied in a girls' school, so I never had any friends also. Okay, അടുത്ത്. But it was when I was 22. 22 ഫസ്റ്റ് പ്രണയം. Okay, 20 ലേറ്റ് ആയി പോയി. കുറച്ച് ലേറ്റ് ആയി പോയി. അതുകൊണ്ടാണ് അതിന് മുൻപൊക്കെ വെറുതെ തമാശക്ക് നമ്മൾ ലവ് ലെറ്റർ ഒക്കെ എഴുതി അങ്ങനത്തെ. പക്ഷെ it was not serious. But serious ആയത് when I told my family about it. ഞാൻ എന്റെ ലൈഫിൽ ഭയങ്കര ഇൻവോൾവ് ആയിട്ടുള്ള ഒരാളാണ്. സോ ഐ നെവർ ഫെൽറ്റ് ലൈക്ക് ഐ ഹാവ് ടൈം ഫോർ another person. ഞാൻ ഭയങ്കര ജോളി ആയിട്ട് നടക്കുന്ന ഒരാളാണ്. അത് തെറ്റാണ് സംഭവം. യെസ്, അങ്ങനെ അത് ശരിയായിട്ടുള്ള റീഡിംഗ് അല്ല അല്ലേ മണിച്ച? ഒരാൾക്ക് സ്പേസ് വേണം. അതെ, അത് തിരക്കായത് കൊണ്ട് അത് ഞാൻ തിരക്കാണ്, ഇവർക്കൊക്കെ സ്പേസ് ഉണ്ടല്ലോ. സ്പേസ് ഉണ്ടല്ലോ. ഡാഡി ഇപ്പൊ എന്താ പറയണേ? ഞാൻ പ്രണയിക്കണം. അല്ലല്ല, അതല്ല പറഞ്ഞത്. ജീവിതം വേറെ, പ്രൊഫഷനും എല്ലാം ഒരേപോലെ തന്നെ കൊണ്ടുപോകണം. നല്ലൊരു ചെറുപ്പക്കാരനെ വെച്ച് പേളിയുടെ കല്യാണം നടത്താൻ വേണ്ടിയിട്ടാണ് അമ്മ ഇങ്ങനെ കാത്തിരിക്കുന്നത്. അമ്മ മാത്രമല്ല അച്ഛനും. അച്ഛൻ പിന്നെ വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയതുകൊണ്ട് അത് പറയുന്നില്ല. ഡാഡി എന്നെ ഫോഴ്സ് ചെയ്തിട്ടില്ല കല്യാണം. അല്ല, നമ്മൾ നടക്കുന്നുള്ളത് തീർച്ചയാണ്, അടുത്തന്നെ നടക്കുന്നുള്ളത് തീർച്ചയാണ്. അതുകൊണ്ടാണ് ഞാൻ മൈൻഡ് ചെയ്യുന്നത്. അതൊരു സജഷൻ, അത് സജഷൻ അല്ല, സ്റ്റേറ്റ്മെന്റാ. അതിനകത്തൊരു പെർസുവേഷൻ ഉണ്ട്, കൊയേഷൻ ഉണ്ട്. ഓക്കെ മണിച്ചായ, കമ്മിങ് ടു ദിസ്. ഇപ്പം ഈ പേളിക്ക് പറ്റിയിട്ടുള്ള ഒരു ചെറുക്കൻ, അവന്റെ സ്വഭാവ വിശേഷങ്ങൾ മാണിച്ചായന്റെ മനസ്സിലെങ്ങനെയാണ്? അവൻ എങ്ങനെയുള്ള ഒരാളായിരിക്കണം? ജോളിയായിരിക്കണം, ജോവിയിലായിരിക്കണം, ഫ്രണ്ട്ലി ആയിരിക്കണം, ഇവളെ സഹിക്കണം. അല്ല, അങ്ങനെ സഹിക്കേണ്ട പ്രശ്നമൊന്നുമില്ല. ഇവള് ഭയങ്കര ജോളിയാണല്ലേ, ഫ്രണ്ട്ലിയാണ്. ഇവളുടെ കുക്കിംഗ് ഒക്കെ ചെയ്യും. കുക്കിംഗ് ചെയ്യും. ഞാൻ ഭക്ഷണമൊക്കെ ഉണ്ടാക്കും. നന്നായി ഭക്ഷണം പാചകം ചെയ്യും. നല്ലപോലെ ഒരു പക്ഷേ നല്ല യോഗ്യതയുള്ളൊരു പെൺകുട്ടിയുടെ പ്രപ്പോസലാണ് ഞങ്ങൾ ഈ JB ജംഗ്ഷനിൽ. നന്നായി പാചകം ചെയ്യും, നന്നായി പാടും, നന്നായിട്ട് വരയ്ക്കും, ബബ്ലിയാണ്, ജോവിയിലാണ്, ബൈക്ക് ഓടിക്കും. അതുകൊണ്ട് ഇടയ്ക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെറുക്കാരന് പുറകെ ഇരിക്കാം, ഓടിച്ചോളും. ബൈക്ക് റൈഡിനൊക്കെ പോണെങ്കിൽ ഇതാ പേളി മാണി ബൈക്കിൽ അടിച്ച് താർക്കുന്നു നോക്ക്. അതെ, അവിടെ ആരൊക്കെയോ സെൽഫിയും യോയോ ഒക്കെ തരുന്നതാണ് അപ്പുറത്തെ കാറിന്. ഓക്കെ, ഇത് ഞാനൊരു ഇനോഗ്രേഷന് ബൈക്ക് ഓടിച്ച് പോകുന്നതാണ്. എനിക്കൊരു അത്ഭുതമില്ല. എന്താ കാരണം, ചെറുപ്പകാലത്ത് മാണിച്ചായന് മതിൽ കാണാമെങ്കിൽ പിന്നെ ഇവൾക്ക് എന്താ ബൈക്ക് ഓടിച്ചായിരുന്നു? ഒരു കുഴപ്പമില്ല. ബൈക്ക് ഓടിക്കാൻ പഠിപ്പിച്ച അതേ ഡാഡിയാണ്.